ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ നമ്മൾ +1 കെമിസ്ട്രിയിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറിയുടെ പേര് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, VSEPR തിയറി. എടാ, VSEPR തിയറി ആദ്യം പഠിക്കേണ്ട അതിന്റെ ഫുൾ ആണ്. എന്താണ് VSEPR തിയറി എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ബൈ VSEPR? യെസ്, അതെ അല്ലേ, ഇറ്റ് ഈസ് വാലൻസ് ഷെൽ electron pair repulsion theory. Valence shell electron pair repulsion theory അല്ലെ, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? VSEPR തിയറി എന്ന് വിളിക്കുക. സോ പോസ്റ്റുലേറ്റ്സ്, അതിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഒരു 2 മുതൽ 3 മാർക്കിന് വരെ പോസ്റ്റുലേറ്റ്സ് എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റുലേറ്റ്സ് എന്താ? ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. പഠിക്കുക, എന്താണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഈസ് ഡിസൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ. അടുത്തത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽസ് ഈച്ച് അതർ. ആ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ ദ ഇലക്ട്രോൺ പെയർ സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. അതായത് റിപ്പൽഷൻ കുറക്കാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുക. ദ വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് ദ സ്പിയർ വിത്ത് ദ ഇലക്ട്രോൺ പെയർ ലോക്കലൈസിംഗ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ആദ്യത്തെ 3 പോയിന്റ് പഠിക്കുക. എന്താ? ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഈസ് ഡിസൈഡഡ് by the valence shell electron pair around the central atom. അടുത്തത് valence shell electron pair repels each other. And third one, in order to minimize the repulsion, the electron pair stay at maximum distance. 3 പോയിന്റ് ആയല്ലോ. അടുത്തത്, the presence of lone pair electron causes distortion in the expected geometry of the molecule. ഒരു മോളിക്യൂളിന്റെ എക്സ്പെക്ടഡ് ജോമെട്രി എന്ത് ചെയ്യും, ഡിസ്റ്റോർട്ട് ചെയ്യും. ആര്? ലോൺ പെയർ. ആൻഡ് ദ റിപ്പൽഷൻ ഡിഗ്രീസസ് ഇൻ ദ ഓർഡർ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് റിപ്പൽഷൻ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ഓർഡർ ഓഫ് റിപ്പൽഷൻ. ഓർഡർ ഓഫ് റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്താ നോക്ക്? ലോൺ പെയർ ലോൺ പെയർ, ലോൺ പെയർ ബോണ്ട് പെയർ ആൻഡ് ബോണ്ട് പെയർ ബോണ്ട് പെയർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേറ്റ്സ് ആണ്. ഞാൻ അതുകൊണ്ടാണ് അതിന് വട്ടിട്ടത്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, as the angle decreases, as the angle between the electron pair increases, the repulsion decreases. ഇങ്ങനെ 6 പോയിന്റുകൾ ഞാൻ 1 2 1 2 3 4 5 6 അങ്ങനെ 6 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. 6 പോയിന്റ് പഠിക്കുക. 6 പോയിന്റ് പഠിച്ചാൽ 3 മാർക്ക് ലഭിക്കുള്ളൂ. 6 പോയിന്റ് പഠിച്ചാലേ എന്ത് കിട്ടുള്ളൂ, 3 മാർക്ക് കിട്ടുള്ളൂ. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സോ ഇനി VSEPR തിയറിയുടെ പ്രകാരം നമ്മോട് ചോദിക്കുക എന്താണ്? ഷേപ്പ് കാണാൻ വേണ്ടി ചോദിക്കും. എന്ത്? ഷേപ്പ് കാണാൻ വേണ്ടി ചോദിക്കും. 13 ഷേപ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എത്ര? 13 ഷേപ്സ്. അതിലൊന്ന് ലീനിയർ. ഏതാണ്? ലീനിയർ. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇത്, BeCl2, BF2 എന്ന് പറയുന്ന BeF2 എന്ന് പറയുന്നതൊക്കെ എന്താണ്, അതിനുള്ള എക്സാമ്പിൾ ആണ്. എടാ, അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അടുത്തത് 3,0. എടാ, എന്താ സാർ ഇവിടെ 2,0 എന്നിട്ടത്? അതായത് ഞാൻ ഇവിടെ ഇട്ടത് 2,0 ആണ്. ഈ 2, ഈ 2 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബോണ്ട് പെയർ എന്ന് പറയുക. എന്ത് പറയാ? ബോണ്ട് പെയർ. ഇവിടെയുള്ള ഈ 2ാമത്തെ നമ്പർ ഉണ്ടല്ലോ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താടാ? ലോൺ പെയർ. ഓക്കെ ആണോ? അപ്പൊ ഒരു ബോണ്ട് പെയർ ലോൺ പെയറും വെച്ചിട്ട് നമുക്ക് ഷേപ്പ് കണ്ടെത്താം. സോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഫിംഗർ മെത്തേഡ് ആണ്. നിങ്ങൾ ഏത് മെത്തേഡാ പഠിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് 3,0 ആണെങ്കിൽ അതിന്റെ പേര് ട്രയഗണൽ പ്ലനാർ ആണ്. അതിന് എക്സാമ്പിൾ BCl3, BF3 ഒക്കെ അതിന് എന്താണ്? എക്സാമ്പിൾ ആണ്. ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അടുത്തത് 2,1. ഏതാണ്? 2,1 ആണെങ്കിൽ, അഥവാ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ആംഗുലാർ ആണ്. അടുത്തത് 4,0. എടാ, 4,0 ആണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ത്? CH4. ഏതാണ്? CH4. അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 109.5 ആണ്. അടുത്തത് 3,1 ആണ്, അഥവാ പിരമിഡൽ. പിരമിഡൽ എന്ന് പറഞ്ഞാൽ ആരുടെ ഷേപ്പാ? NH3യുടെ ഷേപ്പാ. ഏതാ? NH3. NH3യുടെ കേസിൽ അതിന്റെ ബോണ്ട് ആംഗിൾ എത്രയാ? 107 ഡിഗ്രി. പോയിന്റ് സംതിങ് 107 എന്ന് പഠിച്ചാലും മതി. അടുത്തത് 2,2 ആണ്, ആംഗുലാർ. അതിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷേപ്പ് വസ്തുവാണ് H2O. അതിന്റെ ബോണ്ട് ആംഗിൾ 104.5 ആണ്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അടുത്തത് 5,0. അതിന്റെ എക്സാമ്പിൾ ആണ്
അഥവാ ട്രയാഗണൽ ബൈ പിരമിഡൽ ആണ് ഷേപ്പ് PCl5. അതിന് രണ്ട് ആംഗിൾ ഉണ്ട്, 120 ആൻഡ് 90 ഡിഗ്രി. ഇങ്ങനെ രണ്ട് ആംഗിളുകൾ ഉണ്ട്. കൂടുതൽ ഞാൻ പറയാം. അടുത്തത് 4,1 ആണെങ്കിൽ സീസോ, 3,2 ആണെങ്കിൽ ടി ഷേപ്പ്, 2,3 ആണെങ്കിൽ ലീനിയർ, ആൻഡ് 6,0 ഒക്ടാഹെഡ്രൽ ആണ്. അതിന് എക്സാമ്പിൾ SF6 അഥവാ 190 ഡിഗ്രി ആയിരിക്കും അതിന്റെ ബോണ്ട് ആംഗിൾ. ആൻഡ് 5,1 ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ, 4,2 ആണെങ്കിൽ സ്ക്വയർ പ്ലാനർ. ഇങ്ങനെ 13 ഷേപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാണ്ട്. എത്ര? 13 ഷേപ്സ്. 13 ഷേപ്സിൽ ഞാൻ അവിടെ എക്സാമ്പിൾ വിത്ത് എക്സാമ്പിൾ എഴുതിയത് പ്രത്യേകം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിന്റെ ബോണ്ട് ആംഗിളും അതിന്റെ ഷേപ്പും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. BeCl2 ഇതാണ് എനിക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ കോമ്പൗണ്ട്. സോ നിങ്ങൾ അതിന്റെ സെൻട്രൽ ആറ്റം ആരാന്ന് കാണാം. എടാ സെൻട്രൽ ആറ്റം ആരാ? ബെറീലിയം ആണ്. ആരാണ്? ബെറീലിയം. ഒറ്റക്ക് നിൽക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുക? സെൻട്രൽ ആറ്റം. എടാ ബെറീലിയത്തിന്റെ വാലൻസ് ഷെല്ലില് ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറീലിയം നാലാമത്തെ ആള്. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പ്. സോ വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 2 ആണ്. എത്രയാണ്? 2 ആണ്. സോ അടുത്തത് അതിന്റെ ബോണ്ട് പെയർ കാണണം. ബോണ്ട് പെയർ കാണാൻ എന്ത് ചെയ്താൽ മതി എന്ന് അറിയോ? ഇവിടെ ഉള്ള BE ആണ് മറച്ചു വെക്കുക. ബാക്കി ആരൊക്കെ ഉണ്ട് നോക്ക്. Cl2 അല്ലെ? B കഴിഞ്ഞ പിന്നെ എന്തുള്ളു? Cl2. അപ്പൊ അവിടെ എത്ര ഉണ്ട്? 2. അടുത്ത നിങ്ങൾ എന്താ കാണേണ്ടത്? ലോൺ പെയർ കാണണം. ലോൺ പെയർ കാണാൻ ആദ്യം ബോണ്ട് പെയർ കയ്യിലെടുക്കുക. എത്രയാ? 2. അതിന്ന് എന്ത് ചെയ്യാ? സോറി, വാലൻസ് ഇലക്ട്രോൺ എടുക്കുക 2. അതിന്ന് ബോണ്ട് പെയർ 2 ആണ് മൈനസ് ചെയ്യുക. 2 - 2/2. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 0. അപ്പൊ എന്താ? 2,0. എടാ 2,0 ആണെങ്കിൽ ഏതാ ഷേപ്പ്? ലീനിയർ ഷേപ്പ് ആണ്. ഏതാണ്? ലീനിയർ ഷേപ്പ്. അപ്പൊ ഷേപ്പ് കണ്ടെത്തൽ പഠിച്ചോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അതിന്റെ ഷേപ്പ് എന്താ? ലീനിയർ ആകുമ്പോ എങ്ങനെയാ? BeCl2 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് വേറൊരു എക്സാമ്പിൾ. PCl5. ഏതാണ്? PCl5. എടാ PCl5 സെൻട്രൽ ആറ്റം ആരാ? ഫോസ്ഫറസ്. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ നൈട്രജന് നേരെ താഴത്തോയതുകൊണ്ട് 5 ആയിരിക്കും. അതിന്റെ ബോണ്ട് പെയർ എത്രയാ? 5. കാരണം എന്താ? P കഴിഞ്ഞ Cl 5 തന്നെ ഉള്ളൂ. അടുത്തത് ലോൺ പെയർ. അപ്പൊ എന്ത് എടുക്കുക? ഫിംഗറിൽ 5 വാലൻസ് ഇലക്ട്രോൺ. അതിന് എന്ത് ചെയ്യുക? 5 ബോണ്ട് പെയർ മൈനസ് ചെയ്യുക. 1 2 3 4 5. എത്രയാ? 5 - 5/2 = 0. അപ്പൊ ഏതാ? 5,0. എടാ ശ്രദ്ധിക്ക്, PCl5ന്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കടാ. അതാ PCl5 ഇങ്ങനെയായിരിക്കും എന്ത് വരിക? സ്ട്രക്ചർ വരിക അല്ലെ? ഇതാണ് എന്ത്? സ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വിറ്റോറിയൽ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ഇക്വിറ്റോറിയൽ. അതിന്റെ ബോണ്ട് ആംഗിൾ ആണ് എത്രയാ? 120 ഡിഗ്രി. ഇനി ഇവർക്കിടയിലുള്ള ബോണ്ട് ആംഗിൾ എത്രയാ? 90. ആ ബോണ്ടിനെ എന്ത് വിളിക്കും? ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഇനി അടുത്തത് മറ്റൊരു എക്സാമ്പിൾ. H2O. സെൻട്രൽ ആറ്റം ആരാ? ഹൈഡ്രജൻ ആണോ? അല്ല, ഓക്സിജനാ. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയായിരിക്കും? 6 ആയിരിക്കും. സോ ബോണ്ട് പെയർ എത്രയാ? 2 ആണ്. ലോൺ പെയർ അപ്പൊ എത്ര ഉണ്ടാകും നോക്ക്. 6 കയ്യിലെടുക്കുക. 6. 6 2 മൈനസ് ചെയ്താൽ 4. സോ 6 - 2/2 = 4/2 = 2. അപ്പൊ നമ്മൾ എന്താ? 2,2 = ഏതാ? 2,2 ഏതാടാ? ആംഗുലാർ ആണ്. ഏതാണ്? ആംഗുലാർ ആണ്. അതിന്റെ ഷേപ്പ് എന്താ? അതിന്റെ ഷേപ്പ് എന്താ? ഓക്സിജൻ, ഹൈഡ്രജൻ 2 ബോണ്ട് പെയർ, പിന്നെ അതിൽ നിന്ന് എന്ത്? 2 ലോൺ പെയർ. ഓക്കെ ആണോ? ഇനി അടുത്തത് NH3. ഏതാണ്? NH3. എടാ സെൻട്രൽ ആറ്റം ആരാ? നൈട്രജൻ. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 5, ബോണ്ട് പെയർ 3, ലോൺ പെയർ 5 - 3/2 = 1. അപ്പൊ 3,1 = എന്താടാ? പിരമിഡൽ ഷേപ്പാ. ഏതാ? പിരമിഡൽ ഷേപ്പ് ആണ്. എടാ പിരമിഡൽ ഷേപ്പ് അല്ലടാ. സോ സ്ട്രക്ചർ വരുമ്പോ NH ഒരു ലോൺ പെയർ. ഓക്കെ ആണോ? ഇനി ഒരു സ്പെഷ്യൽ കേസ്. എടാ കാർബൺ ഡയോക്സൈഡ് ആണ്. സോ സെൻട്രൽ ആറ്റം ആരാ? കാർബൺ. അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആണ്. ബോണ്ട് പെയർ എത്രയാ? ബോണ്ട് പെയർ എത്രയാ? 2 ആണ്. ഇനി ലോൺ പെയർ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ലോൺ പെയർ എടുക്കുമ്പോൾ ഒന്ന് മക്കൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഓക്സിജൻ ആണ് എന്തായിട്ട് വരുന്നത്? സറൗണ്ടിങ് ആറ്റം ആയിട്ട് വരുന്നത്. അതായത് ചുറ്റുമുള്ള ആറ്റം ആയിട്ട് ആരാ വരും? ചുറ്റുമുള്ള ആറ്റം ആരാണ്? ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലോൺ പെയർ കാണാൻ ബോണ്ട് പെയറിന്റെ ഇരട്ടി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം പഠിച്ചു വെക്കുക. എന്താണ്? ഓക്സിജൻ ആണ് ചുറ്റുമുള്ള ആറ്റം ആണെങ്കിൽ ലോൺ പെയർ കാണാൻ ബോണ്ട് പെയറിന്റെ ഇരട്ടി മൈനസ് ചെയ്യണം. അഥവാ
വാലൻസ് ഇലക്ട്രോൺ 4 മൈനസ് ബോണ്ട് പെയർ ഇതല്ലേ, ഇതിന്റെ എന്താ ഇരട്ടി, അതിന്റെ ഇരട്ടി എന്ത് ചെയ്യണം 4/2 ഈക്വൽ ടു എന്താണ് 0. അപ്പൊ 2,0 ഏതാ സ്ട്രക്ചർ, ലീനിയർ സ്ട്രക്ചർ ആണ്. അതായത് ലീനിയർ സ്ട്രക്ചർ ആണ്, കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെയും ഡബിൾ ബോണ്ട് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആണ് തരുന്നത്, ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. BrF5, അതുപോലെ SO2, അതുപോലെ SF6, ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക മക്കൾ ചെയ്തു നോക്കുക. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.